അപ്പോൾ ഇതാ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ഓണക്കാലം കൂടെ വന്നെത്തി. പൂക്കളും പൂവിളികളുമായി ഇതാ വീണ്ടും ഒരു ഓണക്കാലം. അപ്പോൾ ഇതാ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് നമ്മൾ ഓണം ബ്ലോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. ഇന്നലെ ഇടേണ്ട വീഡിയോ ഒന്നും കുറച്ച് കാരണങ്ങളായിട്ട് നമുക്ക് പറ്റിയില്ല. അപ്പോൾ ഇതാ നമ്മളെ ഇച്ചപ്പനും അമ്പുടുക്കുട്ടനും രാവിലെ നീച്ച് കുളിച്ച് കുറിയൊക്കെ തൊട്ട് പൂവൊക്കെ പറിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനും അവരെ കൂടെ അങ്ങ് കൂടി. ഞാനും അമ്പുടുക്കുട്ടനും പൂവൊക്കെ പറിച്ച് കൊടുത്ത് അവരെ ചെറിയ സന്തോഷത്തിൽ ഞാനും കൂടെ ഒന്ന് കൂടിയിട്ടോ. നമ്മൾ എൻജോയ് ചെയ്തതുപോലെ തന്നെ നമ്മളെ മക്കളും ആ പഴയ കാല ഓർമ്മയിലേക്ക് അങ്ങനെ ഞാൻ പോവാട്ടോ. അവരെ കൂടെ അങ്ങനെ നടന്നപ്പോൾ ഓണക്കാലം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും നല്ല സന്തോഷവും എന്താ പറയുക വല്ലാത്തൊരു നൊസ്റ്റാൾജിയ തരുന്ന ഒന്നാണല്ലേ നമുക്കൊക്കെ. അപ്പോൾ ഇതാ നിങ്ങളൊക്കെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. അപ്പോൾ ഞങ്ങളിതാ നന്നായിട്ട് തകൃതിയായിട്ട് പൂവൊക്കെ പറിക്കണം. നമ്മളിവിടെയുള്ള പൂവൊക്കെ പറിച്ച് ചെറിയൊരു അത്തപ്പൂക്കളാക്കി ഇട്ടത്. അപ്പോൾ നമ്മളിതാ തലേന്ന് തന്നെ മെഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ചെറുതായിട്ടൊന്ന് ഇത്തിരി ചാണകമിട്ട് മെഴുകി ഞാനും ഇച്ചപ്പനും കൂടെ പൂവിടെയും നമ്മൾ അമ്പുടുക്കുട്ടൻ എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കുഞ്ഞുമക്കൾക്കും ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണല്ലോ. വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആണല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് ഞാൻ പൂവിട്ടു. നമ്മളെ ഇച്ചുമോന് ചെറുതായിരുന്നല്ലോ, അവന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം അമ്പുടുക്കുട്ടനെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. ഇച്ചുമോനും എൻ്റെ കൂടെ പൂവിടാനൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണാശംസിച്ച്